ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഹക്കീമാണ്. നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിവേ ഞാൻ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ സൈക്കിളിനെ കുറിച്ചിട്ടല്ല പറയുന്ന, സൈക്കിളിന് തന്നെ നമുക്ക് സൈക്ലിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ അടിപൊളി ഒരു അപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെട്ടത്. കാരണം നമുക്ക് കുറെ ആൾക്കാർ ഇപ്പോൾ സൈക്കിളുകൾ പുതിയത് മേടിക്കുന്നുണ്ട്. എല്ലാവർക്കും അതിനനുസരിച്ചുള്ള കുറെ മീറ്റർ, കുറെ അക്സറീസ് മേടിക്കാൻ നമുക്ക് പറ്റിയതൊന്നും വരില്ല. പിന്നെ നമ്മൾ സൈക്കിളിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഗാർമിൻ്റെ ഒക്കെ പോലത്തെ മീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സൈക്കിളിലൊക്കെ ഉപയോഗിക്കുന്ന ഗാർമിൻ്റെ മീറ്റർ ഇതൊക്കെ നല്ല എക്സ്പെൻസ് വരുന്നുണ്ട് കേട്ടോ. നല്ല എക്സ്പെൻസ് പറഞ്ഞാൽ നല്ല വില വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ GPS വെച്ചിട്ടാണ് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. ടച്ചാണ് ഇതിനൊക്കെ. നമുക്കപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകണേക്കാട്ടും ബെറ്റർ ഇതേപോലത്തെ ഒരു സാധനം തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്, നമ്മുടെ മൊബൈൽ. ഇപ്പം എല്ലാവരും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ്, അതുപോലെ തന്നെ iOS ആയിട്ടുള്ള ഐഫോണൊക്കെയാണ് എല്ലാവരും കൂടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ നമുക്ക് അടിച്ചു പൊളിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്ട്രാവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. പ്ലേ സ്റ്റോറിലുണ്ട്. ആകെ കൂടി 23 MB ഉള്ളൂ അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ സൈസ്. അതിൽ മെയിനായിട്ട് ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ റൈഡ് ചെയ്യുന്നതനുസരിച്ച് എല്ലാവിധ സെഗ്മെന്റ്സ്, നമ്മളുടെ മാക്സിമം സ്പീഡ്, ആവറേജ് സ്പീഡ്, അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ നമ്മൾ ഡിസ്റ്റൻസ് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റൂട്ട് മാപ്പ്, എല്ലാവിധ കാര്യങ്ങളും ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് സൈക്കിൾ റൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നമുക്കിപ്പോൾ നടക്കുന്ന ആൾക്കാർ, ഓടുന്ന ആൾക്കാർ, അതുപോലെ തന്നെ സ്വിമ്മിങ്ങിൻ്റെ ആൾക്കാർ, ഇവർക്കൊക്കെ നമുക്ക് അതിൽ യൂസബിൾ ആണ്. പിന്നെ അതിൽ മേജറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ സ്പോർട്സ് ആയിട്ട്, അതുപോലെ തന്നെ ഓട്ടം, ചാട്ടം, നീന്തൽ, എല്ലാവിധ ആക്ടിവിറ്റി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ, കുറെ ക്ലബ്ബുകൾ, അത് വേൾഡിൽ തന്നെ എല്ലാവിധ ആൾക്കാരും കുറേ ഇഷ്ടംപോലെ ആൾക്കാരുകൾ ഇതിൽ ആക്റ്റീവ് ആണെന്നുള്ളതാണ് അതിൽ മെയിനായിട്ടുള്ള ഒരു ഉപകാരമുള്ളത്. നമുക്ക് അവരുടെ ഗ്രൂപ്പുകളിൽ നമുക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ട് അവരായിട്ട് നമുക്ക് നമ്മുടെ സെഗ്മെന്റ്സ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ റൈഡ് വെച്ചിട്ട് ചിലപ്പോൾ UAE അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും വലിയ ക്ലബ്ബുകളിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂരിൽ തന്നെ പല പല ക്ലബ്ബുകൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്, സ്ട്രാവയിലുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആറ്റിങ്ങൽ, അതുപോലെ തന്നെ കോഴിക്കോട്, കാലിക്കറ്റ് പെഡലേഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് നമ്മളുടെ റൈഡ് ചെയ്യുമ്പോൾ ഒരാഴ്ചത്തെ സെഗ്മെന്റ്സ് എടുത്ത് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരാഴ്ചയിൽ നമ്മൾ മാക്സിമം, ഇപ്പം ഞാൻ ഒരു 400 കിലോമീറ്ററാണ് ഒരാഴ്ച റൈഡ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ 400 കിലോമീറ്റർ എന്നുള്ള ഏറ്റവും മുകളിൽ തുടങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും താഴ്ത്തത് ഇപ്പോൾ നമുക്ക് എത്രാമത്തെ പൊസിഷനിലാണോ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളും മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ മാനേജ് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിന് വേറെ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പൈസ കൊടുത്തുള്ള അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ പറയുന്നത് പൈസ കൊടുക്കേണ്ട നമുക്ക് ഫ്രീ അക്കൗണ്ട് തന്നെ മതി. അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിലുള്ള കോൺടാക്ട്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഇതുപോലെ റൈഡ് ചെയ്യുന്ന നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ചില ആൾക്കാർ നമ്മൾ കൂട്ടുകാരന്മാരെ ചിലർ പറയും, എടാ ഞാനിങ്ങനെ 400 കിലോമീറ്റർ അല്ലെങ്കിൽ 300 കിലോമീറ്റർ ഞാൻ റൈഡ് പോയി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണമെങ്കിൽ അവരോടൊക്കെ ചോദിക്കാം, നിങ്ങളൊരു പ്രൂഫ് ഉണ്ടെന്നുള്ളത് ചോദിക്കാം. നമുക്കിപ്പോൾ പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളാണ്, അതല്ല. എനിവേ നമുക്ക് അങ്ങനെ മാത്രമല്ല, നമ്മളുടെ ഇങ്ങനത്തെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എത്ര കാലം വേണമെങ്കിലും അവിടെ കിടുന്നുള്ളൂ. ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് അവിടെ എത്ര കാലം വേണമെങ്കിലും കിടുന്നുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ് സൈക്കിൾ എടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ഈ സ്ട്രാവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. കാരണം ഒട്ടുമിക്ക എല്ലാവരും റൈഡേഴ്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ആപ്ലിക്കേഷനിൽ കിടക്കുക. ആപ്ലിക്കേഷനിൽ കിടന്നിട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണും, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇടുന്നുണ്ട്. എങ്ങനെയാണ് അതിൽ സൈൻ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ഓരോ ക്ലബ്ബുകളായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുക തുടങ്ങിയ എല്ലാവിധ കാര്യങ്ങളും ഞാൻ അതിൽ ഇടുന്നുണ്ട്. പിന്നെ വേറൊരു മെയിനായിട്ടൊരു കാര്യം കൂടി ഉള്ളത്, ആപ്ലിക്കേഷൻ നമുക്ക് റൈഡ് ചെയ്യുമ്പോഴേ നമ്മളിപ്പോൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം വേണമെന്നില്ല. ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് GPS വെച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ്, നമ്മളെ ട്രാക്കിങ് വരുന്നത്. അപ്പോൾ എനിവേ നമുക്ക് എന്തായാലും നമുക്ക് ആപ്ലിക്കേഷനിൽ കിടക്കാം. നമ്മുടെ ഫോണിൽ സ്ട്രാവ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് മുകൾ ഭാഗത്ത് സ്ട്രാവ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ട്രാവ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വരും. അത് നമ്മൾ എന്താ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഞാനിതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അത് കാരണമാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്തു, ആ കൂടി 23 MB സൈസ് വരുന്നുള്ളൂ. ഇപ്പോൾ ഇതിലിങ്ങനെ 3 ഓപ്ഷൻസ് കാണിക്കും. ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈനപ്പ് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് ഓൾറെഡി മെമ്പർ ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ സൈനപ്പ് ചെയ്യണമെങ്കിൽ സൈനപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഓൾറെഡി മെമ്പർ ആണ്. അപ്പോൾ ഞാനൊരു അക്കൗണ്ട് ഞാൻ ഓൾറെഡി മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ അക്കൗണ്ടിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു അക്കൗണ്ട് വെച്ച് ഞാൻ ആദ്യം കാണിച്ചു തരാം. പിന്നെ അതിനുശേഷം എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം ലോഗിൻ ചെയ്യാണ്. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അടിച്ചു. ഞാൻ എന്നിട്ട് എൻ്റെ ഒരു അക്കൗണ്ട് ഉപയോഗിച്ച് ഞാനിതിൽ സ്ട്രാവയിൽ ഞാൻ ലോഗിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷനായിരിക്കും നമുക്ക് വന്നെടുക്കുന്നുണ്ടാവുക. നമുക്ക് അധികം ഞാനിപ്പോൾ ഇതിലൊന്നും ആൾക്കാരൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷനായിരിക്കും നമുക്കിതിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നുണ്ട് ബിൽഡ് യുവർ കമ്മ്യൂണിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫൈൻഡ് ഫ്രണ്ട്സ് ഓൺ സ്ട്രാവയിലേക്ക് ഫ്രണ്ട്സിനെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇൻവൈറ്റ് ചെയ്യാം, നമ്മളുടെ കോൺടാക്ട്സ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ഇൻവൈറ്റ് ചെയ്യാൻ മീൻസ് നമ്മുടെ ആ ഒരു കോൺടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാർ ആരൊക്കെ സ്ട്രാവ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റും.
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലുള്ള ആൾക്കാർ, പിന്നെ കോൺടാക്ട്സ്, നമ്മളെ കോൺടാക്ട്സ് നമ്മൾ ഇതുണ്ടല്ലോ, ഇതൊക്കെ എൻ്റെ കോൺടാക്ട്സിലുള്ളതാണ്. എനിക്ക് അവരെ വേണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഈ 2 ആൾക്കാരുടെ പോലത്തെ ഒരു ചിത്രമുണ്ട്. അതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകൾ ഭാഗത്ത് പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഇതെൻ്റെ അക്കൗണ്ടാണ്, വേറൊരു അക്കൗണ്ടാണ് അബ്ദുൽ ഹക്കീം ഷാ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഫോളോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു, ഞാൻ ഫോളോ ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഫോളോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആൾ എന്തൊക്കെ ഇതൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ള എനിക്ക് അറിയണം. ആൾ എന്ത് ടൈപ്പിലുള്ള റൈഡ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അറിയണം. അപ്പോൾ ഞാൻ ഇതിൽ നോക്കി, അപ്പോൾ ആളുടെ അപ്പോൾ എൻ്റെ തന്നെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഫോളോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏതൊക്കെ ക്ലബ്ബുകളുണ്ടെന്നുള്ള ഇതിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറേ ക്ലബ്ബുകളുണ്ട്, അപ്പോൾ ക്ലബ്ബുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് എൻ്റെ ടോട്ടൽ ആക്ടിവിറ്റീസ് ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ആയാലും. അപ്പം ഞാൻ എത്ര കിലോമീറ്റർ റൈഡ് ചെയ്തു, എൻ്റെ അച്ചീവ്മെൻറ്റ്സ് എത്ര, ഞാൻ എൻ്റെ അതെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ടോട്ടൽ സ്പീഡ്, ആവറേജ് സ്പീഡ്, എത്ര സമയം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബാക്ക് അടിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ എന്ത് വേണമെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിലും എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാനിതിൽ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇപ്പോൾ ഈ ഫോളോയിങ് ആയിട്ടുള്ള ആൾ, ഇപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് എനിക്കിനി കുറച്ച് ക്ലബ്ബുകളിലേക്ക് എനിക്ക് ജോയിൻ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതിൽ എൻ്റെ പേരിൽ വേറെ അടുത്തൊരു, ഇപ്പോൾ എനിക്ക് എൻ്റെ പേരല്ല വേറൊരാളാണ് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലബ്ബുകൾ ഡയറക്റ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്ലബ്ബുകളെ ഞാൻ നോക്കിയിട്ട് ഇതിപ്പോൾ ഇതിൽ നോക്കുമ്പം കാലിക്കറ്റ് പെഡലേഴ്സ്, അപ്പോൾ കാലിക്കറ്റ് പെഡലേഴ്സിൻ്റെ ഒരു ഇത് കണ്ടു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇതുപോലെ ഓരോ ക്ലബ്ബുകളിലും എനിക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അത് എനിക്ക് നല്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതിലൊരു വേറൊരു ഉപകാരം കൂടി ഉള്ളത്, ഇതിൽ കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു ഇതുണ്ട് വീക്ക്ലി പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട്, അത് ക്ലബിൻ്റെ ടോട്ടലാണ്. ഇതിൽ 189 സൈക്ലിസ്റ്റുകളുണ്ട്. ആക്ടിവിറ്റീസ് 116 ആക്ടിവിറ്റീസ്, പോസ്റ്റ് 22 പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വീക്കിലി ആണ്, എല്ലാ ആഴ്ചകളാണ് നമ്മളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ അറിയാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ ടോട്ടൽ ക്ലബ്ബിൽ എല്ലാവരും കൂടി ചവിട്ടിയിട്ടുള്ളതാണ് 2689 കിലോമീറ്റർ ഈ ഒരാഴ്ചയിൽ വന്നിട്ടുള്ളത്. അതിൽ വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ വ്യൂ ലീഡർ ബോർഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ റൈഡ് ചെയ്തിട്ടുള്ള ആൾ കണ്ടില്ലേ, SR ബാലരാജ് സിംഗ്, അതുപോലെ തന്നെ അടുത്ത് മഹേഷ്, പിന്നെ പോൾ ആൻ്റണി, അങ്ങനെ പല ആൾക്കാർ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഇതിപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ 300 കിലോമീറ്റർ ചവിട്ടിയിരുന്നെങ്കിൽ ഫസ്റ്റ് എൻ്റെ പേരായിരിക്കും ഉണ്ടാവുക. അതിപ്പോൾ ഈ ക്ലബ്ബിൽ നിന്നല്ല, നമ്മളിപ്പോൾ ഏതൊക്കെ ക്ലബ്ബിൽ അംഗമായിട്ടുണ്ടോ ആ ക്ലബ്ബുകളിലൊക്കെ നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ ഇതിൽ വേറൊരു ഓപ്ഷനും കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പ്ലോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഈ എക്സ്പ്ലോർ എന്നുള്ളതിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇത് ഓൾറെഡി നമ്മൾ ഈ സ്ട്രാവ വർക്ക് ചെയ്യുന്നത് തന്നെ GPS ഉപയോഗിച്ചിട്ടാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനതിൽ എൻ്റെ പെർമിഷൻസ് കൊടുത്തു. ഇനി ഇതിൽ കുറച്ച് ഓപ്ഷൻസ് എടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ചലഞ്ചസ്, ക്ലബ്സ്, സെഗ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് എടുക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു സൈക്ലിങ്ങിൻ്റെ ഈ ഒരു മാസത്തെ ചലഞ്ച് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചലഞ്ചസിൽ പോയിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം ഈ മുകൾ ഭാഗത്ത് കാണിക്കും റണ്ണാണോ, റൈഡാണോ, വാക്കാണോ, ഹൈക്കിങ്, വർക്കൗട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് റൈഡാണ് ആവശ്യം. അപ്പോൾ ഞാൻ സൈക്കിൾ റൈഡിങ്ങിൻ്റെ ഓപ്ഷൻ എടുത്തു. അപ്പോൾ ഇതിൽ ഈ ഒരു നാല് ഓപ്ഷനാണ് ഇപ്പോൾ വന്ന് കിടക്കുന്നത്. ഈ മെയ് മാസത്തിലത്തെ ചലഞ്ചസുകളാണ്. ക്ലൈംബിങ് ചലഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ചലഞ്ച് ഉണ്ട്, പിന്നെ അങ്ങനെ 2-3 ചലഞ്ചസുകൾ വന്നെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ടോട്ടൽ അവർ എഴുതിയിട്ടുണ്ട്, ക്ലൈംബ് എ ടോട്ടൽ ഓഫ് 7500 മീറ്റർ, അതുപോലെ തന്നെ എ റൈഡ് ഒരു മെയ് 1 തൊട്ടിട്ട് മെയ് 31 വരെ 1250 കിലോമീറ്റർ റൈഡായി. അതൊരു മാസത്തെ നമ്മുടെ സെഗ്മെൻറ്റ്. അപ്പോൾ എനിക്ക് ഞാനിതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് ഇതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ എന്താ പറയുക, ഇതുപോലെ നമ്മൾ നമ്മൾ ഇങ്ങനത്തെ ഈ ചലഞ്ചുകൾ നടത്തുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് പ്രൈസൊക്കെ അവർ അയച്ചു തരും. നമുക്ക് നമ്മളുടെ മെഡൽ, സർട്ടിഫിക്കറ്റ്, കുറേ സാധനങ്ങളൊക്കെ മെഡലൊക്കെ നമുക്ക് കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഉണ്ടാവുന്ന റൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ തന്നെ ഇഷ്ടംപോലെ റൈഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇതിലിപ്പോൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ വേൾഡിൽ തന്നെ പല സ്ഥലങ്ങളിൽ റൈഡ് നടത്തുന്ന ആൾക്കാരാണ്. നമുക്ക് ഇതുപോലെ ഈ ക്ലബ്ബുകളിൽ പോയി നമുക്ക് വേണമെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞിട്ട് അവരെ വേണമെങ്കിൽ നമുക്ക് നമ്മളെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ നല്ല റൈഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരൊക്കെ നമുക്ക് നോക്കിയിട്ട് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ക്ലബ്ബുകൾ നമ്മൾ ജസ്റ്റ് അവർ ഏതൊക്കെ ക്ലബ്ബിലുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ക്ലബ്ബിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ കണ്ടില്ല, ഇപ്പോൾ GCNൽ പോയിട്ട് ഞാൻ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് എനിക്ക് നമുക്കിതുപോലെ ഏത് ക്ലബ്ബുകളിൽ വേണമെങ്കിലും പോയിട്ട് നമുക്ക് അവരുടെ ഇതിൽ നിന്ന് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ അതായത് ഈ സ്ട്രാവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന തന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ മേജർ ആയിട്ടുള്ള റൈഡേഴ്സ് തന്നെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഈ ക്ലബ്സ് എന്നുള്ളതിൽ ക്ലബ്ബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറേ ക്ലബ്ബുകൾ എടുക്കണം. ഓക്കെ, നമ്മളുടെ പോപ്പുലർ നിയർ ടു, അപ്പോൾ അതായത് നമ്മളുടെ ഏരിയയ്ക്ക് അടുത്തുള്ള കുറേ ക്ലബ്ബുകൾ, നമ്മളുടെ ചിലപ്പോൾ കേരളത്തിൽ തന്നെയുള്ള ക്ലബ്ബുകളുടെ ഡീറ്റെയിൽസ് മൊത്തം കാണിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ ക്ലബ്ബുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ കാണിക്കുന്നതൊക്കെ.
അപ്പോൾ ഇതിൽ കണ്ടില്ലേ ഇഷ്ടം പോലെ ക്ലബ്ബുകളുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സൈക്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ സൈക്ലിംഗ് ക്ലബ്ബുകൾ എടുത്തു കഴിയുക. അപ്പോൾ സൈക്ലിംഗ് ക്ലബ്ബുകൾ ഒരു ലോഡ് സൈക്ലിംഗ് ക്ലബ്ബുകളാണ്. ഇതൊക്കെ UAE സൈക്ലിംഗ് ക്ലബ്ബുകളാണ്. ഇനിയിപ്പോൾ നമ്മുടെ ലൊക്കേഷൻ മാറ്റി ഞാൻ ലൊക്കേഷൻ കൊടുക്കുന്നത് കേരള എന്ന് കൊടുക്കുകയാണ്. കേരള. ഓക്കെ, കേരള കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കേരളത്തിലെ സൈക്ലിംഗ് ക്ലബ്ബുകളുടെ ഡീറ്റെയിൽസ് കാണില്ലേ. തൃശ്ശൂരാണ് സൈക്കിൾസ്, പെഡൽ ഫോഴ്സ്, മലപ്പുറം ചാപ്റ്റേഴ്സ്, ട്രിവാൻഡ്രം ബൈക്കേഴ്സ്, ഗ്രീൻ റൈഡേഴ്സ്, ലീഡ് ബോർഡ്സ്, അങ്ങനെ ഇതൊക്കെ ട്രിവാൻഡ്രത്തുള്ള സൈക്ലിംഗ് ക്ലബ്ബുകളാണ്. കേരളത്തിലുള്ള സൈക്ലിംഗ് ക്ലബ്ബുകളാണ്. ഇനിയും ഉണ്ട്. നമുക്കത് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടം പോലെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് മൊത്തം കിട്ടും. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടത് ഇനിയിപ്പോൾ റണ്ണിങ് ആണെന്നുണ്ടെങ്കിൽ റണ്ണിങ്ങിൻ്റെ കൊടുക്കാം, ട്രയത്തലോൺ ആണെങ്കിൽ ട്രയത്തലോൺ കൊടുക്കാം, അങ്ങനെ എന്തും കൊടുക്കാം, നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിലൊക്കെ ഉപരി നമുക്ക് ഇനി ഒരു സൈക്കിൾ നമുക്ക് റൈഡ് ചെയ്യണം. നമുക്ക് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിത് എങ്ങനെ റെക്കോർഡ് ചെയ്യണം, നമ്മുടെ ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിൽ ഈ റെക്കോർഡ് എന്നുള്ളൊരു ഓപ്ഷനിൽ പോവുക, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻ വരും. നമ്മളെന്താണ് ചെയ്യുന്നത്, സൈക്കിൾ റൈഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൈഡിന് രണ്ടാമത്തെ ഓപ്ഷൻ റൈഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. റൈഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വന്നെടുക്കും. അതിൽ നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോപോസ് വേണോ ഓട്ടോപോസ് വേണ്ടയോ എന്നുള്ളത് നമ്മളോട് ചോദിക്കും. ഓട്ടോപോസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ റൈഡ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് നിർത്തി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി അത് പോസ് ആവും. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് റൈഡ് ചെയ്യുമ്പോൾ GPS മുഖാന്തരമാണ് രണ്ടാമത് റൈഡ് ചെയ്യുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈഡ് ചെയ്തിട്ട് ഏതെങ്കിലും വല്ല ചായക്കടയിൽ പോയിട്ട് കുറച്ച് ചായ അടിച്ച് ഇരുന്ന് കഴിഞ്ഞാലും ഇത് ഇങ്ങനെ ഇരുന്ന് ടൈം ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്കൊരു നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആവറേജ് കാര്യങ്ങളൊക്കെ നന്നായി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഓട്ടോപോസ് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഓഡിയോ ക്ലൂസ് ഉണ്ട്, ഇപ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റാർട്ടിങ് സ്റ്റോപ്പിംഗ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ സെൻസേഴ്സ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഈ സെൻസേഴ്സിൽ നമുക്ക് നമ്മളുടെ ഇതിൽ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്തും ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാരൻ സെൻസർ, അതുപോലെ തന്നെ സൈക്കിളിൻ്റെ ഇപ്പോൾ ഗാർമിൻ മീറ്റേഴ്സ് സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിൽ വേറൊരു ഓപ്ഷനും കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുണ്ടല്ലേ GPS സിഗ്നൽ അക്വേർഡ് എന്ന് കാണിച്ചു. ഇനിയിപ്പോൾ ഞാനിതിൽ സ്റ്റാർട്ട് റൈഡിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലേ സ്റ്റാർട്ടിങ് ആയി ടൈം കാണിക്കും, ആവറേജ് സ്പീഡ്, ഡിസ്റ്റൻസ് ഇത് കാണിച്ചുകൊണ്ടിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ പോകുന്നില്ല, റൈഡ് പോകുന്നതനുസരിച്ച് ഇതിൽ ഡിസ്റ്റൻസും കാര്യങ്ങളും കാണിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മളുടെ ഒരു ചെറിയൊരു ഇൻ്റർഫേസ് ആണ്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണ്, ഓട്ടോപോസിൽ കാണിച്ചു. ഓക്കെ, ഇനി എനിക്കിത് മൊത്തം ഹൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇൻ്റർഫേസിൽ വന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. സ്ട്രാവ എടുത്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ കിലോമീറ്റർ ഓട്ടോപോസ് വന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇതിൽ നമ്മുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ലിങ്ക് അതർ സർവീസസ് എന്ന് പറയുന്ന നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. ആ ലിങ്ക് അതർ സർവീസസ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കയ്യിൽ ഗൂഗിൾ ഫിറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിവൈസസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഡിവൈസസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആൻഡ്രോയിഡിൻ്റെ എന്തെങ്കിലും വല്ല സ്മാർട്ട് വാച്ചസുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് ആൻഡ്രോയിഡ് വയറായിട്ട് എനിക്ക് കണക്ട് ചെയ്യാം. ഗാർമിൻ്റെ വാച്ചിനെ ഗാർമിനായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗാർമിൻ്റെ വാച്ച് തന്നെ ആവണമെന്നില്ല, ഗാർമിൻ്റെ മീറ്റർ അതൊക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ വാഹു, ഫിറ്റ്ബാറ്റ് ഇതുപോലത്തെ ഡിവൈസസുകൾ ഇല്ലെങ്കിൽ ഇനി നമുക്ക് ഇതിലില്ലാത്ത ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ ഷോ മോർ ഡിവൈസസ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിവൈസസുകളും കൂടി സെർച്ച് ചെയ്യാം. നമുക്ക് എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ സ്വിഫ്റ്റ് ആൻഡ് സ്ട്രാവ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഈ ഹോം ട്രെയിനറൊക്കെയാണ് സ്വിഫ്റ്റിൻ്റെ ഒക്കെ വരുന്നത്. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ വെർച്വലായിട്ട് നമുക്ക് വേണമെങ്കിൽ റൈഡ് ചെയ്യാം. അപ്പം നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ അറിയാൻ വേണ്ടി പറ്റും. വെർച്വൽ റിയാലിറ്റി മുഖാന്തരം നമുക്ക് റൈഡ് ചെയ്യുന്നതിനാണ് ഈ സ്വിഫ്റ്റ് അങ്ങനത്തെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിച്ചു. ഇപ്പോൾ ഞാൻ ഒരു ഗാർമിൻ എന്നുള്ള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാർമിൻ എന്നുള്ള കാണിച്ചു. അപ്പോൾ ഇതിൽ കണക്ട് ഗാർമിൻ കണ്ടു. അപ്പോൾ കണക്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഗാർമിൻ്റെ മീറ്റർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിൽ കണക്ഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് വരും, നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ളൊരു ഓപ്ഷൻസ് എന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറേ ഇതുണ്ട് കേട്ടോ, ഡീറ്റെയിൽസ് കുറേ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ്, ഇമ്പീരിയൽ വേണം, മെട്രിക് വേണം എന്നുള്ള നമ്മൾ ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളുടെ കോൺടാക്ട്സ്, പ്രൈവസി ഡീറ്റെയിൽസ്, ഇതുപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിത് ഓരോന്നും നമുക്ക് എടുത്ത് നോക്കാവുന്നുള്ളൂ. ഇതിൽ മേജറായിട്ട് എനിക്ക് വേറെ കാര്യം പറയാനുള്ളത് ആപ്ലിക്കേഷൻ്റെ ഇത് കണ്ടോ, ട്രൈ ദ ബെസ്റ്റ് സ്ട്രാവ. ഈ സ്ട്രാവയിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കൂടുതലായിട്ടുള്ള കുറേ ഓപ്ഷൻസുകൾ നമുക്കിതിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമുക്ക് സാധാരണ സ്റ്റാർട്ടിംഗ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനിയിപ്പം ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഇതൊക്കെയാണ് ഈ ഒരു സ്ട്രാവ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ വരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. നമുക്ക് തന്നെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നത്, ഞാനിത് എൻ്റെ അക്കൗണ്ട് ഞാനിതിൽ ക്ലോസ് ചെയ്തിട്ട് എൻ്റെ വേറുള്ളൊരു അക്കൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, ആ അക്കൗണ്ട് ഞാൻ ഇപ്പോൾ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യാണ്, ലോഗിൻ വിത്ത് ഗൂഗിൾ.
നമുക്ക് ഈ സ്ട്രാവ ആപ്ലിക്കേഷൻ മൊബൈലിൽ മാത്രമല്ല നമുക്ക് കമ്പ്യൂട്ടറിലെ സിസ്റ്റത്തിൽ എന്തിനു വേണമെങ്കിലും കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ആണ്. പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഞാൻ എൻ്റെ നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്ന എൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ ഇതിൽ 276 ഫോളോവേഴ്സും 236 വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ മുമ്പ് ചെയ്തിരുന്ന എൻ്റെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നോക്കാം. ആക്ടിവിറ്റീസ് എടുത്തു. അപ്പോൾ ഈ ആക്ടിവിറ്റീസിൽ ഞാൻ ചെയ്ത റൈഡുകളും ഡീറ്റെയിൽസൊക്കെയാണ് ഈ കാണുന്നത്. ഓക്കെ, പക്ഷേ എപ്പോഴും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ കറക്റ്റ് ആക്യുറേറ്റ് അല്ല, പിന്നെ അതുപോലെ തന്നെ GPS ആക്യുറേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ ഒരു BRM ചെയ്തതായിരുന്നത് 200 കിലോമീറ്റേഴ്സ് അല്ല, സോറി, ഇതല്ല, ഇതൊരു ഈവനിങ് ഒരു റൈഡ് പോയതാണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് സ്പീഡും മാക്സിമം സ്പീഡ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇതിൽ മാക്സിമം സ്പീഡ് 116.3 കൊടുത്തിട്ടുള്ളത്. ഇതൊരു കറക്റ്റായിട്ടുള്ളൊരു സ്പീഡല്ല ആ ഒരു ടൈമിങ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് BRM, അപ്പോൾ അത് എനിക്കെന്ന് വെച്ചാൽ ആ ടൈമിൽ മൊബൈലിൽ പ്രശ്നങ്ങൾ വരാം. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും വരുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഇതുപോലെ എൻ്റെ BRMൻ്റെ ഡീറ്റെയിൽസ് ആണ്. BRMൽ ഞാൻ പോയിരുന്ന ടൈമിങ്, അതുപോലെ തന്നെ എൻ്റെ അനാലിസിസ് ഡീറ്റെയിൽസ്. ഞാനിതിൽ സ്ട്രാവ ഓൺ ആക്കി ഇട്ടായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. മാക്സിമം സ്പീഡ് 69, അതുപോലെ തന്നെ ആവറേജ് സ്പീഡ് 20.8, മൂവിങ് ടൈം 10 മണിക്കൂർ കൊണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നമ്മുടെ ഡിവൈസസ് ആയി കണക്ട് ചെയ്യാന്നുള്ളത്. നമ്മുടെ പവർ മീറ്റേഴ്സ് ഉണ്ടെങ്കിൽ പവർ മീറ്റർ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കാണിക്കും. ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൽ കാണിക്കും. അങ്ങനെ ഇതിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് വരുന്നുണ്ട്, കണ്ടില്ലേ. അതുപോലെ തന്നെ നമുക്കിതിൽ വേറെ മേജറായിട്ടുള്ളൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല, ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യേണ്ട മെയിൻ ആവശ്യം വരുന്നുള്ളൂ. ഇതുപോലെ ഇതൊക്കെ നമുക്കവിടെ ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്നതിൽ ഏറ്റവും നമ്മളുടെ ടോപ്പ് സ്പീഡ് അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഈ സ്ട്രാവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് വീഡിയോ? ഈ സ്ട്രാവ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ എല്ലാവരും പരമാവധി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ആർക്കൂടി 23 MB ഉള്ളൂ. നമ്മളിപ്പോൾ വെറുതെ കുറേ പൈസ കൊടുത്തിട്ട് നമുക്ക് വെറുതെ കുറേ ഗാഡ്ജറ്റ്സ് നമുക്ക് മേടിച്ചൊക്കെ കാട്ടി പറ്റും. നമ്മളെ കയ്യിലുള്ള മൊബൈൽ തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു നല്ലൊരു യൂസിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഞാനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ഈ ആപ്ലിക്കേഷൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ സെഗ്മെൻറ്റ്സും കൂടുതൽ ഇതിലാണ്. പിന്നെ സൈക്കിൾ മീറ്റർ യൂസ് ചെയ്യും. മീറ്റർ എന്ന് വെച്ചാൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മൊബൈൽ നമ്മൾ സൈക്കിളിൻ്റെ ബാഗിൽ നമ്മൾ യൂസ് വെക്കാറില്ല, ഫ്രണ്ടിൽ വെക്കുന്നത് നോർമലി കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ പോലെ തന്നെയാണ് നമ്മളുടെ ഗൂഗിളിലെ ഗൂഗിൾ മാപ്സ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് നമ്മുടെ സെഗ്മെന്റ്സ് അറിയാം. നമുക്ക് എത്ര കിലോമീറ്റർ പോയി അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റും. ഇനി ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സൈക്കിളിനെ കുറിച്ച് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും വല്ല പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് നിങ്ങളതിൽ ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സൈക്കിളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഞാനൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊരു ID കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എനിവേ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും.